ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്ക് രക്ഷയുണ്ട്, മഹാരാജാവിന് രക്ഷയുണ്ട്, മഹാരാജാവിന്റെ തമ്പുരാട്ടിക്ക് രക്ഷയുണ്ട്, മഹാരാജാവിന്റെ പൊന്നുമോള് വീണ തമ്പുരാട്ടിക്ക്, വീണ രാജകുമാരിക്ക് രക്ഷയുണ്ട്, ഏരിയ തലത്തിലെ സർചക്രവർത്തിമാർക്ക് രക്ഷയുണ്ട്, പാവങ്ങൾക്ക് രക്ഷയുണ്ട്, കർഷകന് രക്ഷയുണ്ട്, സാധുക്കൾക്ക് രക്ഷയുണ്ട്, കച്ചവടക്കാർക്ക് രക്ഷയുണ്ട്, ആശുപത്രിയിൽ പോയ രക്ഷയുണ്ട്. ഉണ്ടെന്ന് പറ. ഇല്ല. കാരണം ഇവിടെ ഒരു ഗവൺമെന്റ് ഇല്ല. ഇവിടെ ഒരു ഗവൺമെന്റ് ഈ നാട്ടിലില്ല. ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ല. ഇവിടെ ഐക്യജനാധിപത്യ മുന്നണിയെ കുറ്റപ്പെടുത്താൻ വേണ്ടി യോഗങ്ങളും പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഒത്തിരി നടത്തുന്ന CPM-കാരോട് നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏതൊരു നിമിഷവും നിങ്ങളുടെ സമ്പൂർണമായ തകർച്ച കേരളം കാത്തിരിക്കുന്നു. അതിനുള്ള കൗണ്ട് ഡൗൺ. യഥാർത്ഥത്തിൽ പിണറായി വിജയന്റെ ഗവൺമെന്റ് ഭരിച്ചു കഴിഞ്ഞു. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കൊല്ലത്തേക്ക് പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. കാണേണ്ടവർക്കൊക്കെ ഇപ്പൊ കാണാം. അടുത്ത മാർച്ച് മാസത്തോടു കൂടി അല്ല, വെന്റിലേറ്ററിലാണ് കിടക്കുന്നത്. അതിനുശേഷം മരിച്ചിവിടെ വച്ചിരിക്കുകയാണ്. ഒരു കൊല്ലം കൂടി കഴിഞ്ഞാൽ എടുത്ത് അടക്കും. അതിനു മുമ്പ് ഒരാണി കൂടി ഇവിടെ അടിക്കാനുണ്ട്. ഏതാണ്? നിലമ്പൂരിലെ ആണി. ആ ആണി നമ്മൾ എങ്ങനെ അടിക്കണം? ഒരുമിച്ച് ചേർന്ന് അടിക്കണം. ആർക്കെതിരെ അടിക്കണം? ആർക്കെതിരെ അടിക്കണം? പിണറായിക്കെതിരെ അടിക്കണം. ആ പിണറായി വിജയന്റെ ശവപ്പെട്ടിയിലെ ഒരാണി നിലമ്പൂരുകാർ അടിക്കുക തന്നെ ചെയ്യുമെന്ന് ഞാൻ നിങ്ങളുടെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ആർക്കെങ്കിലും രക്ഷയുണ്ടോ എന്ന ചോദ്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആർക്കെങ്കിലും രക്ഷയുണ്ടോ എന്ന ചോദ്യം. ഇതേവിടെ മൊബൈൽ കിടത്തി കടക്കാർ ഇരിപ്പുണ്ട്. രക്ഷയുണ്ട? ആട്ടോറിക്ഷക്കാരോടെന്ന ചോദ്യം. രക്ഷയുണ്ട്? പെട്ടി ആട്ടോറിക്ഷക്കാര രക്ഷയുണ്ട? കടക്കാരനോടെന്ന ചോദ്യം. രക്ഷയുണ്ട? ആ പഴക്കച്ചവടക്കാരോടെന്ന കാര്യം രക്ഷയുണ്ടോ? റോയൽ ബേക്കറിയോടെന്ന ചോദ്യം. രക്ഷയുണ്ടോ? എല്ലാവരും പറയാണ് രക്ഷയില്ല. ആർക്കെങ്കിലും രക്ഷയുണ്ടോ എന്ന് ചോദിച്ചാൽ രക്ഷ ഉണ്ട്. ഇന്നലെ ഒരുത്തരം രക്ഷയുണ്ടായി. അവന്റെ പേര് ചിത്രസേനൻ. ചിത്രസേനൻ എന്തായിരുന്നു പണി? സെക്രട്ടേറിയറ്റില് എന്തായിരുന്നു? മിനിസ്റ്റീരിയൽ സ്റ്റാഫ്. എത്ര കൊല്ലം ജോലി ചെയ്തു? 22 കൊല്ലം. എത്ര കൊല്ലത്തെ പെൻഷൻ കിട്ടും? 22 കൊല്ലം. എന്ത് വിരമിച്ചു? ഏപ്രിലിൽ വിരമിച്ചു. വിരമിച്ചതിന് ശേഷം അയാൾക്കൊരു കൂലി തോന്നി. പെൻഷൻ തികയില്ല.